ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയില്ലേ? എല്ലാവരും ഓണം ഒരുക്കുന്നതിൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് കിടക്കുന്നത് കണ്ടു, ഇവിടുത്തെ യൂറോപ്പിൽ മഴയൊന്ന് കാണിച്ചു തരുമോ? അപ്പോൾ കരുതി എന്നാൽ പിന്നെ മഴ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം, നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാം. ഇവിടെ ഓസ്ട്രിയയിൽ പൊതുവെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കാതെയാണ്. നല്ല വെയിലായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കാർമേഘമൊക്കെ ഉരുണ്ടുകൂടി ഇങ്ങനെ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട എടുക്കാതെ പോയി ഓടി ഇതുപോലെ മഴ നനഞ്ഞ് വരുന്നവരുടെ എണ്ണം ഇവിടെ ഇത്തിരി കൂടുതലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മഴയൊക്കെ ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ വെതർ ആപ്പുകൾക്ക് പറ്റിയിട്ടുണ്ട്. എങ്കിലും വല്ലപ്പോഴും ഒക്കെ അതിൽ നിന്ന് തെന്നിമാറി പോകാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ഇടിവെട്ടി മിന്നലും കാറ്റും ഒക്കെ ഈ മഴയുടെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അപാരമായ കാറ്റാണ്. മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും മരം മൊത്തമായിട്ട് ഒടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മഴയുള്ള സമയത്ത് മരങ്ങളുടെ അടിയിലൂടെ നടക്കരുതെന്ന് പ്രത്യേകം അവർ പറയാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മലയാളികൾ ഇതുപോലുള്ള മഴയൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ചായയും പഴംപൊരിയും കൂടെ ഉണ്ടാക്കി. നല്ല പെരുമഴയും അടിപൊളി കാറ്റുമുള്ള സമയത്ത് നല്ല ചൂട് ചായ ഊതി ഊതി കുടിച്ച് ആ ചെറു ചാറ്റൽ മഴയും നനഞ്ഞ് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആഹാ, അതൊന്ന് വേറെ തന്നെയാണ്. ഈ മഴ പെയ്യുന്നത് ഏതാണ്ട് ഒരു 1:30-2 മണിക്കാണ്. അപ്പോൾ ദേ ഇപ്പോൾ സമയം 3:30 മണിയായി. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വിചാരിക്കാതിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നതും മഴ പോകുന്നതും. ഈ വീഡിയോ എടുത്തത് മഴ പെയ്തത് തോർന്ന ഉടനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴത്തെ പാർക്കൊക്കെ നിറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അതുപോലെ അടുത്ത വലിയ മഴയ്ക്കായിട്ട് കാർമേഘം ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഇപ്രാവശ്യത്തെ സമ്മർ അതിഗംഭീര ചൂടായിരുന്നു യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മഴ സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഇതുപോലെ മഴ പെയ്യുന്നതെങ്കിൽ എന്തായാലും ഹെയിൽ സ്റ്റോം ഉണ്ടാവും. നമ്മുടെ ആലിപ്പഴമേ ഒന്ന് മഴ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബാൽക്കണിയിലുള്ള ചെടികളും എല്ലാം ഹാപ്പി. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഒന്നുകൂടി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചൊരു 4:30 ആയപ്പോൾ ബാൽക്കണി വന്നപ്പോൾ താണ്ട കിടക്കുന്നു. നല്ല വെയിലായി. മഴ പെയ്ത സ്ഥലമാണെന്ന് പോലും പറയില്ല. ദേ നിങ്ങൾ നോക്കിക്കേ, നേരത്തെ കാണിച്ച ആ വെള്ളം കെട്ടിക്കിടന്ന പാർക്കാണ്. വെള്ളവും ഇല്ല അവിടെ, പിള്ളേർ കളിക്കാനും വന്നു, നല്ല വെയിലുമായി.